പ്രായം 67. പക്ഷേ ജിമ്മിലെത്തിയാൽ പ്രായം പകുതിയാകും. ഡെഡ് ലിഫ്റ്റിൽ 80 കിലോ ഉയർത്തിയാണ് എറണാകുളത്ത് നടന്ന സംസ്ഥാന ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ഈ മണർകാട് സ്വദേശി സ്വർണ്ണ മെഡൽ നേടിയത്. ഈ കാണുന്ന ജിമ്മും പവർ ലിഫ്റ്റിങ്ങും മാത്രമല്ല, ഇടവകയും പ്രാർത്ഥനയും ഒക്കെ ഈ കാണുന്ന കൈകളിൽ ഭദ്രമാണ്. അപ്പോൾ അതറിയണമെങ്കിൽ കോട്ടയം മണർകാട് വരെ ഒന്ന് പോകണം. ഇത് ഫാദർ മാത്യൂസ് മണവത്ത്, അഥവാ ഇടവകക്കാരുടെ പ്രിയപ്പെട്ട ജിം അച്ഛൻ. മണർകാട് യാക്കോബായ പള്ളിയിലെ സഹവികാരിയാണ് ഈ പവറുള്ള പള്ളിയിലച്ഛൻ. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും മണവത്തച്ഛൻ ഡംബലും കൊന്തയും ഒന്നിച്ചെടുക്കാറില്ല. ഡംബൽ എടുക്കുമ്പോൾ ഡംബൽ, കൊന്തയെടുക്കുമ്പോൾ കൊന്ത, കൊന്തയും ഡംബലൂടെ ഒന്നിച്ചെടുക്കാറില്ല. പള്ളിയിൽ മസിൽ പവർ അല്ല വേണ്ടത്, നമ്മുടെ ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും പവറാണ് അവിടെ ആവശ്യമാണ്. അവിടെ മസിൽ പവർ ചിലവാകയില്ല. പക്ഷേ ആത്മാവിനും മനസ്സിനും ശക്തി വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ശക്തി വേണം. നരച്ച തല ശോഭയുള്ള കിരീടമെന്നാണ് ബൈബിളിൽ പറയുന്നത്. ആ കിരീടവും വച്ചാണ് കഴിഞ്ഞ 1 വർഷമായി അച്ഛൻ്റെ പ്രാക്ടീസ്. ഒരച്ഛനവിടെ വന്നത് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമുള്ള ഒരു പ്രത്യേകത അവർക്ക്. പിന്നീട് അവരൊക്കെ ഒരൊറ്റ സമൂഹമായിട്ട് വരും. ആധ്യാത്മികമായ കാര്യങ്ങൾ സംശയമൊക്കെ എന്നോട് ചോദിക്കും. ഈ സഭയിലെ അടിപിടി വഴക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കും. എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ്? അപ്പം ഞാനതിൻ്റെ മറുപടികളൊക്കെ കൊടുക്കും. ആധ്യാത്മികമായി എങ്ങനെ പോകണം, ഈ ഒരു സമൂഹം എങ്ങനെയാണ്. അപ്പോൾ വളരെ സന്തോഷമായി ഉല്ലാസമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സന്തോഷ ഇടമായിട്ടും അതോടൊപ്പം ശരീരത്തിന് ഗുണം കിട്ടുന്ന ഒരു അനുഭവമായിട്ടും ആക്കി തീർക്കാനായിട്ട് സാധിക്കും. പ്രായം 60 കഴിഞ്ഞാൽ വീട്ടിലെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരോട് ഈ ജിമ്മച്ചൻ ഉറക്കെ പറയുകയാണ്, നമ്മുടെ മനസ്സിന് മുന്നിൽ പ്രായം ഒന്നുമല്ലെന്ന്, ജീവിതം അടിപൊളിയാക്കാൻ. ജോബിൻ തേക്കടിക്കും അഭിലാഷ് ചെറുക്കടനുമൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോ ജസ്റ്റ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഷിനോജെ, അച്ഛനെ കുറിച്ച് ആദ്യം അറിഞ്ഞപ്പോഴേ മനസ്സിൽ വരുന്നത് ഒരു ഡയലോഗ്, ഈ ഒരു പ്രായത്തിൽ എന്നാ ഒരിതാ, അങ്ങനെ പറയുമല്ലോ. കാര്യം സത്യമല്ലേ? ശരിക്കും ഇത്രയും പ്രായമായി അതിനൊത്ത ആൾക്കാർക്കെല്ലാം ഇൻസ്പിറേഷൻ ആകുന്ന തരത്തിൽ ആ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു വശത്ത് പള്ളിയിലച്ഛനാണ്, ഒരു വശത്ത് തൻ്റെ മറ്റൊരാഗ്രഹം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ജിമ്മിലെയും പള്ളിയിലെയും ഈ 2 കാര്യങ്ങളോട് ഒന്നിച്ചാൽ ഈ അച്ഛനോടുള്ള ഇഷ്ടം അങ്ങ് കൂടിക്കൂടി വരുമല്ലേ എല്ലാവർക്കും? തീർച്ചയായും പൂജ, കാരണം നമ്മൾ തന്നെ ഈ തത്സമയ റിപ്പോർട്ടറിൽ ഒരുപാട് വൈദികരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, ഒരുപാട് വൈറലൊക്കെ ആയിട്ടുള്ള ഒരുപാട് വൈദികരുടെ വിശേഷങ്ങൾ നമ്മൾ ഇതിനു പങ്കുവച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ജിമ്മിൽ പോകുന്ന, പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വൈറലായിട്ടുള്ള വൈദികൻ നമ്മൾ ഇത്തരത്തിൽ മുൻപൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മണർകാട് സ്വദേശിയായിട്ടുള്ള വൈദികൻ നമ്മൾ തേടിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്തായാലും അച്ഛൻ തന്നെ പറയുന്നൊരു കാരണമുണ്ട്. ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഏജാണ്. പലരും ഇത്തരത്തിൽ 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പലരും അവരുടെയൊക്കെ വീട്ടിൽ അതിന് മുറിക്കുള്ളിലൊന്നും പോകാതെ അതിനുള്ളിൽ തന്നെ ഒരു എന്തോ ജീവിതം കഴിഞ്ഞു എന്നൊരു ചിന്താഗതിയിലൊക്കെ കഴിഞ്ഞു കൂടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള നാടാണ് നമ്മളൊക്കെ നാടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോട്ടയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം, ഒരു കടുത്തുരുത്തി, പാല, അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പല വീടുകളിലും അത്തരത്തിൽ ഈ വയസ്സായ ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അവർക്ക് മക്കളൊക്കെ ഒരുപക്ഷെ വിദേശത്തായിരിക്കും. അങ്ങനെ പലരും ഇങ്ങനെ വീടിനുള്ളിൽ അടച്ചുപൂട്ടി അവസ്ഥയിലേക്ക് കഴിയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ അച്ഛൻ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. ഇനിയും വേണമെങ്കിൽ ഇത്തരത്തിൽ മത്സരത്തിനൊക്കെ പോകാം, ഇത്തരത്തിൽ എന്നൊക്കെ ഒരു വലിയ സന്ദേശം കൂടി അച്ഛൻ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ ഒരു ആഗ്രഹമുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ മത്സരം എന്ന് പറയുന്നത് കേരള ലെവലിൽ നടന്ന മത്സരമാണ്. അതുമാത്രമല്ല, ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന മത്സരം വരാൻ പോവുകയാണ്. ആ മത്സരത്തിലും പങ്കെടുക്കണം, അവിടെയും ഗോൾഡ് മെഡൽ നേടണമെന്നൊക്കെയാണ് അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും അച്ഛൻ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് പവർ ലിഫ്റ്റിങ്ങും ജിമ്മൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതേ സമയത്ത് തന്നെ ഇടവകയുടെ കാര്യത്തിലും അതേ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല. അതിൻ്റെ കാര്യം അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഈ മണർകാട് യാക്കോബായ പള്ളി എന്ന് പറയുന്നത് കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ്. അവിടുത്തെ വികാരി കൂടിയാണ് നമ്മളെ മണവത്തച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇടവകയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ജിമ്മിൻ്റെ കാര്യവും അച്ഛൻ വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ ഈ പാത പിന്തുടർന്ന് പലരും, പ്രത്യേകിച്ച് ഈ പള്ളിയിലുള്ള ആളുകൾ പലരും ഇപ്പോൾ ജിമ്മിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു പുതിയ മാതൃക കൂടി നമ്മുടെ മണവത്തച്ഛൻ തീർക്കുന്നുണ്ട്. പൂജ.